കഴിഞ്ഞ ആഴ്ചയിൽ നാം ഒരു വചനം സംസാരിച്ച് ആ വചനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവം തന്ന ആലോചനകൾ നിങ്ങളോടൊപ്പം പങ്കുവച്ച് ദൈവസന്നിധിയിൽ ആമേനായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ശക്തമേറിയ ഒരു ദൈവവചനത്തിന്റെ മർമ്മം യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച്. ആ രാജാവ് ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു? തനിക്ക് യുദ്ധം നേരിട്ടപ്പോൾ താൻ എന്താണ് ചെയ്തത്? അപ്പോ സൈന്യശക്തി കൊണ്ട് രാജാവ് ജയം പ്രാപിക്കത്തില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് താൻ വിടുതൽ പ്രാപിച്ചു എന്നൊരു വിഷയം ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിപ്പാനിടയായി തീർന്നു. എനിക്ക് ശക്തമായി ദൈവാത്മാവ് എന്നെ പല കാര്യങ്ങളിലേക്ക് ഗൈഡ് ചെയ്തെങ്കിലും സമയം വല്ലാതെ മുൻപോട്ട് പോയത് കൊണ്ട് വേഗത്തിൽ എങ്ങനെയൊക്കെയോ ആ വന്ന ഒരു ഫ്ലോയിൽ നിന്ന് വിട്ടുമാറിയിട്ട് പെട്ടെന്ന് ആ വിഷയം ഒന്ന് പഠിച്ച് അവസാനിപ്പിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ആ വിഷയത്തെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരമുണ്ടായി. എന്താന്ന് ചോദിച്ചാൽ, ഈ യഹോശാഫാത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പറയേണ്ട ഒരു കാര്യം മാത്രം പറയാൻ മറന്നുപോയി. മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് യഹോശാഫാത്തിന്റെ ജീവിതം. യഹോശാഫാത്തിന്റെ പ്രാർത്ഥന, ഉപവാസം, ശക്തി ഉണ്ടായിട്ടും ശക്തിയിൽ ആശ്രയിക്കാതെ അവൻ പല കാര്യങ്ങളും ചെയ്ത് ജയം പ്രാപിച്ചെന്ന് പറഞ്ഞിട്ട് ആ വിഷയമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ യഹോശാഫാത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാര്യം പറയാൻ മറന്നുപോയി. അത് മാത്രം, അത് പ്രസംഗിക്കുക, നിങ്ങളെ പ്രസംഗിച്ച് ബോറടിപ്പിക്കത്തില്ല കേട്ടോ. ആ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഓർമ്മയിലിരിക്കണം, മറന്നു പോകരുത്. അതൊന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ ദൈവം എനിക്ക് തന്ന ചിന്തയിലേക്ക് ഞാൻ പോവുകയാണ്. നാം ചിന്തിച്ച ഭാഗത്തുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. യഹോശാഫാത്ത് ഈ ജനത്തോട് യുദ്ധം ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം സംഗീതക്കാരെ നിയോഗിച്ചു. നിങ്ങൾ മുമ്പിൽ നിന്ന് സംഗീതം പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവം വിജയം തരുമെന്ന് പറഞ്ഞ് അവർ പാടി ആരാധിച്ചപ്പോൾ അവരുടെ ശത്രുക്കൾ അവരുടെ മുമ്പിൽ തോറ്റുപോയി. ഇവിടം വരെ നാം പഠിച്ചു. ഇനി മർമ്മപ്രധാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇതിനുശേഷം ജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ യഹോശാഫാത്ത് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. ഇവന്റെ കൂടെ 11,70,000 പരാക്രമശാലികൾ ഉണ്ടായിരുന്നെന്നാണ് നാം വചനം വായിച്ചതല്ലേ. യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ യഹോശാഫാത്ത് ചെയ്തത്, ഉണ്ടായിരുന്ന സകലമാന ആൾക്കാരെയും യുദ്ധത്തിന് പോകുന്നത് പോലെ ഈ താഴ്വരയിലേക്ക് കൂട്ടിവരുത്തിയിട്ട് ജയം തന്ന ദൈവത്തിന് മഹത്വം കരയറ്റി അവിടെ വെച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി എന്നൊരു വാക്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ ഞാൻ ഇതുകൂടി പറഞ്ഞെങ്കിലേ ആ ദൂത് പൂർണ്ണമാകത്തുള്ളൂ. നാം മറന്നു പോകണ്ടാത്ത ഏറ്റവും പ്രധാന കാര്യം, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുമ്പോൾ ദൈവത്തെ മറന്നു പോകരുത്, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മറന്നു പോകരുത്. എൻ്റെ ബലവും എൻ്റെ കഴിവും എൻ്റെ ശക്തിയും കൊണ്ട് ഞാനിതൊക്കെ നേടിയെന്ന് ആരും ഉള്ളത്തിൽ പറയരുത്. നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഏത് വിഷയത്തിൻ്റെ മേലും പ്രാർത്ഥന കൊണ്ട് ദൈവം ജയം തരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മറന്നു പോകരുത്. യഹോശാഫാത്തിന് ജയം കിട്ടിയപ്പോൾ ആ ജയത്തിൽ ആശ്രയിക്കാതെ അവന് ജയം കൊടുത്ത ദൈവത്തിന് അവൻ ഒറ്റയ്ക്കല്ല, കൂടെ ഉണ്ടായിരുന്ന സകല ആൾക്കാരെയും കൂട്ടി താഴ്വരയിൽ കൊണ്ടുവന്നിട്ട് ആ താഴ്വരയിൽ ദൈവത്തെ ആരാധിച്ചു. അടുത്തൊരു പദം കൂടെ ഉണ്ട്, അടുത്തൊരു അധ്യായത്തിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ താഴ്വരയ്ക്കൊരു പേരുണ്ടായി, യഹോശാഫാത്തിന്റെ താഴ്വര. ഇതെന്തിനാ പറഞ്ഞ് പൂർത്തിയാക്കുന്നതെന്നറിയാമോ? നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി തരുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കണം.
എന്ത് ദൈവം ചെയ്തു തന്നാലും അതിന് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് നന്ദിയും കടപ്പാടും, മനുഷ്യനോട് വേണ്ട, ദൈവത്തോട് നന്ദിയും കടപ്പാടും ഉള്ളവരായിരിക്കണം. യഹോശാഫാത്ത് അത് ചെയ്ത് ഒരു മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചു വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇല്ല എങ്കിൽ നാം വെറും പ്രാർത്ഥനക്കാരായിട്ട് മാത്രം തീരും. എല്ലാ വിഷയങ്ങളും ദൈവത്തോട് പ്രാർത്ഥിച്ച് മറുപടി വാങ്ങിക്കുന്നവരായിട്ട് മാത്രം നമ്മുടെ ജീവിതം തീരും. എന്നാൽ യഹോശാഫാത്ത് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, മറുപടി പ്രാപിക്കുക മാത്രമല്ല, ദൈവത്തിന് അർഹിക്കേണ്ട ബഹുമാനത്തിൽ നാം നന്ദി അർപ്പിക്കുന്നവരാണെങ്കിൽ തുടർന്നുള്ള പ്രാർത്ഥനയും ദൈവം കേൾക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ചിന്ത ഞാനിവിടെ പൂർത്തീകരിക്കുകയാണ്. ആമേൻ. നമുക്കൊരു വചനം, ആമേൻ, ഹല്ലേലൂയ, വായിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ ഒരു കുറിവാക്യത്തെ എടുത്തിട്ട് അതിൽ നിന്ന് ആമേൻ ദൈവാത്മാവ് തരുന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ ഇന്ന് പകൽക്കാലം കടന്നു പോവുകയാണ്. 31-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: ആമേൻ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വചനവുമായി അങ്ങയുടെ പാദപീഠത്തെങ്കിലേക്ക് അടുത്തു വരുന്നു. വചനം അങ്ങയുടേത്, അടിയങ്ങളും അങ്ങയുടേത്. ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ ആഴങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. നിങ്ങളുടെ കൃപ കൂടെ ഇരിക്കണം. ക്രിസ്തു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നാം പ്രാരംഭത്തിൽ യഹോശാഫാത്തിന്റെ ജീവിതം പറഞ്ഞ് ആ ഒരു ദൂത് അവസാനിപ്പിക്കുവാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ദൂത് അവിടെ അവസാനിക്കുകയല്ല, മറിച്ച് യഹോശാഫാത്ത് നിർത്തിയിടത്ത് നിന്ന് അടുത്തൊരു കാര്യം പരിശുദ്ധാത്മാവ് തുടങ്ങി വെക്കുകയാണ്. നാം വായിച്ചത് ഇങ്ങനെയാണ്: നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദിനും പറയുവാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഭയപ്പെട്ട് ആമേൻ രാജസ്ഥാനത്തേക്ക് എത്തിയിട്ടും, അല്ലെങ്കിൽ ഒരു അധികാരത്തിന്റെ അഭിഷേക തൈലം ശിരസിന്മേൽ വീണിട്ടും അത് പ്രാപിക്കുവാൻ കഴിയാതെ അവനെ ഏത് വിധേനയും കൊന്നൊടുക്കണമെന്ന് പറഞ്ഞ് ഒരാൾ അവന്റെ പുറകെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് അവൻ ഓരോ ഇടങ്ങളിൽ നിന്നും ദാവീദ് രക്ഷപ്പെടുമ്പോൾ, ഇവിടെ നാം വായിച്ച സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദാവീദ്, നീ എനിക്കൊരു ദുർഗമാകുന്നു എന്ന്. ആരാധനയുടെ മധ്യത്തിൽ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന എന്താണ് ദുർഗം? ഒരാൾക്ക് ആമേൻ മറ്റൊരാൾ കടന്നു വരാതെ വണ്ണം ഒളിച്ചിരിക്കുവാൻ കഴിയുന്ന പാറയുടെ പിളർപ്പാണ് ദുർഗം എന്ന് പറയുന്നത്. ദൈവത്തെ ആമേൻ ദാവീദ് കണ്ടെത്തിയത് അവന്റെ ശത്രുവായ ശൗൽ അവനെ വിടാതെ പിന്തുടരുമ്പോൾ ശൗലിന്റെ കൈക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ മറച്ചുകൊള്ളുന്ന ഒരു ദുർഗമായിട്ട്, അല്ലെങ്കിൽ ഒരു പാറയുടെ പിളർപ്പായിട്ടാണ് ആമേൻ ദാവീദ് ദൈവത്തെ കണ്ടത്. അങ്ങനെ ഈ പാറയുടെ പിളർപ്പിൽ ദാവീദിനെ മറച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ച് ദൈവം അവനെ കൊണ്ടുവന്നപ്പോൾ ദാവീദിന് പറയുവാനുള്ളത്, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ദാവീദിന് പറയുവാനുള്ളതും എന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, നീ എനിക്ക് വേണ്ടി ഒരു പിളർപ്പുണ്ടാക്കി അതിന്റെ മറവിൽ എന്നെ മറച്ചു. ശത്രു ഞാൻ പുറത്തു വരുമ്പോൾ എന്നെ പിടിക്കുവാനായി 4-ാം വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരു വല എനിക്ക് ചുറ്റും. എനിക്ക് എപ്പോഴും ഈ പിളർപ്പിൽ ഇരിക്കുവാൻ കഴിയത്തില്ല, ഇതിൽ നിന്ന് പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ എന്നെ പിടിക്കുവാൻ ഞാൻ ഇരിക്കുന്ന പിളർപ്പിന് ചുറ്റും ഒരു വല വിരിച്ചു കാത്തിരുന്നു.
എന്നാൽ ദാവീദിന് പറയുവാനുള്ളത്, ശത്രു വലവിരിച്ചെങ്കിൽ ഞാനിരുന്ന പിളർപ്പ് സ്ഥിരമായി ഒരിടത്തിരിക്കുന്നതല്ല. ആ പിളർപ്പ് എന്നെയും കൊണ്ട് ശത്രുവിന്റെ വലകളെ കവച്ചു വെച്ച് ആമേൻ ഹല്ലേലൂയ മറികടക്കുവാൻ ശക്തിയുള്ള ഒരു സഞ്ചരിക്കുന്ന പാറയുടെ പിളർപ്പിലാണ് എനിക്കവൻ അഭയം തന്നതെന്ന്. അവൻ ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഒരു ഉറച്ചു ഒരിടത്ത് നിൽക്കുന്ന ഒരു പാറയുടെ മറവിലല്ല. ആമേൻ ക്രിസ്തുവാകുന്ന പാറ, സഞ്ചരിക്കുന്ന പാറ. ആമേൻ ഹല്ലേലൂയ ശത്രുവിന്റെ വലകളെ ആമേൻ തരണം ചെയ്ത് മുൻപോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു പിളർപ്പിനുള്ളിൽ, ഒരു ദുർഗത്തിനുള്ളിലാണ് അവൻ എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ശത്രുവിന്റെ വലകളെ കവച്ചു വെച്ച് പോകുന്നത് കണ്ടപ്പോൾ ദാവീദിന് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. ദാവീദ് പറയുന്നത്, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ കൂട്ടിവെച്ചത്, കരുതി വെച്ചത്. സംഗ്രഹം എന്ന് പറഞ്ഞാൽ കരുതി വയ്ക്കുന്നത്. വേറെ ഒരാൾക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത ഒരു പിളർപ്പ് എനിക്ക് വേണ്ടി നീ സംഗ്രഹിച്ചു വച്ചിരുന്നു. അത് മറ്റുള്ളവർ, മനുഷ്യപുത്രന്മാർ കാണെ നീ ചെയ്ത ആമേൻ ഹല്ലേലൂയ നിന്റെ ആ നന്മ എത്ര വലിയതാ. യഹോശാഫാത്ത് ചെയ്തതും അത് തന്നെയാ. ശത്രുവിന്റെ മുകളിൽ ഹല്ലേലൂയ യുദ്ധം നേരിട്ടപ്പോൾ ആ യുദ്ധത്തിൽ നിന്ന് ജയം കൊടുത്ത ദൈവത്തിന് മറ്റുള്ള മനുഷ്യർ കാണെ താഴ്വരയിലേക്ക് ചെന്ന് അവൻ എല്ലാവരും കാണെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു. ദാവീദ് വിളിച്ചു പറഞ്ഞ വാക്യവും, നീ എനിക്ക് വേണ്ടി ചെയ്ത നന്മ എത്ര വലിയതാ. ദാവീദ് ഇന്ന് പകൽക്കാലം നമ്മോട് സങ്കടത്തിൽ കൂടെ വിളിച്ചു പറയുന്നത്, നാം ഇതുപോലെ നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകണം. ദൈവത്തിന് ഹല്ലേലൂയ ആമേൻ നമ്മുടെ പുകഴ്ച ആവശ്യമില്ല. നാം സ്തുതിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദൂതന്മാർ, സാറാഫുകൾ ആമേൻ അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ തൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനം, തൻ്റെ മക്കൾ, തൻ്റെ പദ്ധതിയിലുള്ളവർ അവനെ ആരാധിക്കുമ്പോൾ, അവന് മഹത്വം കൊടുക്കുമ്പോൾ സ്വർഗം സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം, നാം ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന്, കളങ്കമില്ലാത്ത ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് പുറപ്പെടുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുമ്പോൾ നാം നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ നിൽക്കണം. നമ്മോട് ദൈവം കാണിക്കുന്ന നന്മകൾക്ക് ദൈവത്തിന് പ്രത്യുപകാരം, ആരാധന, സ്തുതി, സ്തോത്രയാഗം, നന്ദിയുടെ വാക്കുകൾ, നന്ദിയുടെ പദപ്രയോഗങ്ങൾ നമ്മുടെ വാക്കിൽ നിന്ന് പുറപ്പെടുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം കാത്തിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ചിന്ത നമ്മോട് പങ്കുവെച്ചത് കൊണ്ട് നാം ആരും മറന്നു പോകരുത്. നന്ദിയുള്ളവരായി നമ്മോട് ദൈവം കാണിച്ച നന്മകളെ എപ്പോഴും ഓർക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം വായിച്ചു കേൾക്കപ്പെട്ട ആ വാക്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വാക്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്കായി ആമേൻ പരിശുദ്ധാത്മാവിൽ ആമേൻ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ വാക്യം നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം വായിച്ച സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, നിന്റെ നന്മ എത്ര വലിയത്, അല്ലേ? അങ്ങനെയല്ലേ നാം വായിച്ചത്? നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇന്നത്തെ പകലിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ പലപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ആത്മീക ജീവിതം. നമ്മുടെ ഭൗതിക ജീവിതവും സുഖ ദുഃഖ സമ്മിശ്രമാണ്. എല്ലായ്പ്പോഴും നാം സുഖമായിരിക്കത്തില്ല, എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷമായി ഇരിക്കുവാൻ കഴിയത്തില്ല, എല്ലായ്പ്പോഴും ദൈവത്തിന് ഒരേപോലെ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുവാനും ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് കഴിയത്തില്ല. പലപ്പോഴും ജീവിതത്തിന്റെ ഭാരങ്ങൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ ദൈവത്തെ ആരാധിക്കേണ്ട നിലവാരത്തിൽ നമുക്ക് ആരാധിക്കുവാൻ കഴിയാതെ നമ്മെ പുറകോട്ട് വലിക്കുന്നുണ്ട്. എന്നാൽ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചെടുത്ത ഒരു മർമ്മപ്രധാനമായ ആശ്വാസവാചകമാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നതാണെന്നാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിലൂടെ വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ പകൽ കുറെ അധിക സമയം ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ പൗലോസിനെ കുറിച്ച് മാത്രം സംസാരിക്കുവാനിടയായത്. ഞാൻ ഈ പൗലോസിന്റെ ചരിത്രം എനിക്കെന്തോ ഭയങ്കര, യേശുക്രിസ്തു കഴിഞ്ഞാൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം ബൈബിളിലേത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പൗലോസ് അപ്പോസ്തലനാണ്. കാരണം താനൊരു സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമ. ദൈവസന്നിധിയിൽ ദൈവനാമത്തിന് വേണ്ടി ഇതുപോലെ കഷ്ടം സഹിച്ച മറ്റൊരു വ്യക്തിയെ പൗലോസ് സഹിച്ചതുപോലെ കഷ്ടങ്ങളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയെ വേദപുസ്തകത്തിൽ ആദിയോടന്തം പരിശോധിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ഈ പൗലോസ് ദൈവനാമത്തിന് ദ്രോഹം ചെയ്തതുപോലെ ദ്രോഹം ചെയ്ത ഒരു വ്യക്തിയെ നോക്കിയാൽ അതും വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയത്തില്ല. അത്രത്തോളം ദൈവനാമത്തിന് വേണ്ടി ഹല്ലേലൂയ ഉപദ്രവിക്കുവാൻ, ദൈവനാമത്തിൽ ആശ്രയിക്കുന്നവരെ ഉപദ്രവിക്കുവാൻ മുന്നിൽ നിന്ന പൗലോസ്, കർത്താവിന്റെ വിളി, തിരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ കർത്താവിന് വേണ്ടി സഹിച്ച പാടുകളും കർത്താവിന് വേണ്ടി സഹിച്ച കഷ്ടതകളും ഒക്കെ നോക്കുമ്പോൾ ഭൗതിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ നാം വല്ലാതെ ഇറിറ്റേറ്റ് ആകാറുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും നമ്മളെ മാനസികമായി തകർത്ത് കളയും. നമുക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം വല്ലാതെ ഭാരപ്പെടും. അതിനെ എങ്ങനെ ഓരോരുത്തരും തരണം ചെയ്യുന്ന രീതികളെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്താർക്കും ഇതുപോലത്തെ പരീക്ഷകൾ ഉണ്ടാകാത്ത തരത്തിൽ അവരിതിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ഈ പൗലോസിന്റെ ചരിത്രം വളരെ ശാന്തമായിട്ട് നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഈ മനുഷ്യൻ സഹിച്ച പാടുകൾ, ഈ മനുഷ്യൻ സഹിച്ച കഷ്ടതകൾ. ഞാൻ പൗലോസ് ആരാണെന്ന് പഠിച്ചപ്പോൾ അതിസമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചവനാണ് പൗലോസ്. ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ച, ഇസ്രായേലിന്റെ ഗോത്രപിതാക്കന്മാരുടെ ആ സംഖ്യയിൽ ചേർക്കപ്പെട്ട ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവൻ. തന്റെ പിതാവ് സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു, അതിസമ്പന്നനായ വ്യക്തി. പൗലോസിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത, രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കയറി ചെല്ലുവാൻ കഴിവുള്ള ഒരു കുടുംബം. എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്ന കൂടാരങ്ങൾ ഉണ്ടാക്കുവാൻ യുദ്ധസ്ഥലങ്ങളിൽ രാജാക്കന്മാർക്ക് വേണ്ടി അവർ തമ്പടിച്ച് യുദ്ധം ചെയ്യുമ്പോൾ വീണുപോകാത്ത ഉറപ്പുള്ള കൂടാരങ്ങൾ പണിയുവാൻ അതിവിദഗ്ധരും അത് അവരുടെ കുടുംബത്തിന്റെ തൊഴിലുമായ മഹാസമ്പന്നരായ ഇസ്രായേലിലെ ഒരു കുടുംബമായിരുന്നു
ഈ പൗലോസിന്റെ കുടുംബം. മഹാസമ്പന്നതയിൽ നിൽക്കുമ്പോൾ തന്നെ പരീശ പ്രമാണിമാരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടുവാൻ 12-ാമത്തെ വയസ്സിൽ എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ തത്വജ്ഞാനങ്ങളും പഠിച്ചിട്ട് 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ നിന്ന് പ്രമാണിമാരോട് ചോദ്യം ചോദിക്കുവാൻ തക്കവണ്ണം പ്രാവീണ്യം നേടിയെടുത്ത, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ തത്വജ്ഞാനിയായ ഗമാലിയേലിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് പഠിച്ച് 12-ാമത്തെ വയസ്സ് മുതൽ ദേവാലയത്തിൽ ചെന്നിട്ട് വേദവചനം സംബന്ധിച്ച് മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ പ്രാപ്തനായ പരീശ പ്രമാണിയായിരുന്നു പൗലോസ്. 13-ാമത്തെ വയസ്സിൽ, നമുക്കൊക്കെ തിരിച്ചറിവ് പോലും ഇല്ലാത്ത പ്രായത്തിൽ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങളെ ചോദിക്കുവാൻ തക്കവണ്ണം അറിവ് നേടിയ അറിവുണ്ടായിരുന്ന ഒരു വ്യക്തി. ഇവൻ പരീശന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ട് പരീശന്മാരുടെ പ്രമാണിയായി തീരണമെങ്കിൽ 18 മുതൽ 20 വയസ്സിന്റെ ഉള്ളിൽ വിവാഹം കഴിച്ചിരിക്കണമെന്ന് ഒരു നിയമം ആ നാട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ചരിത്രം പറയുന്നു 20-ാമത്തെ വയസ്സിന്റെ ഉള്ളിൽ തന്നെ വിവാഹം കഴിക്കപ്പെട്ട വ്യക്തി. വിവാഹിതനല്ലാത്ത ഒരാൾക്ക് പരീശന്മാരുടെ കൂട്ടത്തിൽ ഇരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഏകദേശം 18-20 വയസ്സിനുള്ളിൽ തന്നെ വിവാഹം കഴിയപ്പെട്ട അതിസമ്പന്നനായ വ്യക്തി. യെരൂശലേമിൽ ദൈവത്തിന്റെ നാമം, കർത്താവിന്റെ നാമത്തിൽ ശിഷ്യന്മാർ പ്രചാരം ചെയ്ത് പുതിയ ഹല്ലേലൂയ വേല തുടങ്ങി, വേല അതിവേഗം വ്യാപരിക്കുന്നു എന്ന് കണ്ടപ്പോൾ പരീശന്മാരുടെ പ്രമാണികളിൽ നിന്ന് അധികാരപത്രം മേടിച്ച് ഈ കൂട്ടരെ മുടിച്ചു കളയുവാൻ അധികാരപത്രം മേടി ദേശം മുഴുവൻ സഞ്ചരിച്ച് ദൈവനാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ജനത്തെ ഭൂമിയിൽ നിന്ന് കൊന്നൊടുക്കി കളയുവാൻ മഹാധിപന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം നേടി യാത്ര പുറപ്പെടവേ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഒരു മിന്നൽ, ഒരു പ്രകാശം അവന്റെ നേരെ അടിച്ചിട്ട്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ഒരു ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു. ശബ്ദം കേട്ട മാത്രയിൽ മിന്നലിന്റെ ശക്തിയോടെ കുതിരപ്പുറത്തുനിന്ന് തെറിച്ചു വീണവൻ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ എന്ന് കേട്ട ദൈവശബ്ദത്തിന് മുൻപിൽ താൻ ഇത്രയും നാൾ ഉപദ്രവിച്ചത് സാക്ഷാൽ ദൈവപുത്രനെയും അവന്റെ നാമത്തെയുമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വർഗീയ ദർശനം പ്രാപിച്ചിട്ട് ഏത് നാമത്തെ ഇല്ലാതെയാക്കി കളയുവാൻ ഇറങ്ങി പുറപ്പെട്ടുവോ ആ നാമത്തിന് വേണ്ടി മരിക്കുന്നതുവരെ തീവ്രതയോടെ നിൽക്കുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട അതിശക്തനായ ഒരു ദൈവദാസനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ചരിത്രം പറയുന്നു, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് 3 ദിവസം കണ്ണ് കാണുവാൻ കഴിയാതെ അനന്യാസ് വന്ന് പ്രാർത്ഥിക്കുന്നത് വരെ ഹല്ലേലൂയ കാഴ്ച കാണുകയോ ഹല്ലേലൂയ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ ദൈവശബ്ദത്തിന് വിധേയനായി കർത്താവിന്റെ നാമത്തിൽ ജലത്തിൽ അവനെ സാക്ഷീകരിച്ച് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച അരുളപ്പാടുകളെ ലോകം മുഴുവൻ വിളിച്ചു പറയുവാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ മനസ്സിലാക്കണം, പൗലോസിന് നേരിട്ട ആദ്യത്തെ നഷ്ടം 18-ാമത്തെ വയസ്സിൽ വിവാഹിതനായ പൗലോസിന് താൻ ക്രിസ്ത്യാനിയായത് നിമിത്തം തന്റെ ഭാര്യയെ എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെട്ടു. ചരിത്രം പറയുന്നത് പൗലോസിന്റെ ഭാര്യ പരീശപ്രമാണിയായിരുന്നവൻ ക്രിസ്തുവിന്റെ അനുയായിയായി ക്രിസ്തുവിനെ സാക്ഷീകരിച്ചത് നിമിത്തം തന്റെ ഭാര്യ അവനെ വിട്ടുപോയി എന്ന്. ഇന്ന് പകൽക്കാലം പൗലോസ് വിളിച്ചു പറഞ്ഞ വാക്കിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് എന്താണ്? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നന്മയ്ക്കായിട്ട് സകലവും കൂടി വ്യാപരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ നമുക്കത് അതേ അർത്ഥത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയുമോ? പരീശന്മാരുടെ പ്രമാണി
മഹാസമ്പന്നൻ, സമ്പന്നതയുടെ ആമേൻ സുഖലോലുപതയിൽ ആമേൻ കഴിഞ്ഞവൻ, ഒരു കൂട്ടം ജനത്തെ കൊന്നുമുടിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയവൻ, ഇവൻ ഈ നാമത്തെ മുടിക്കും തോറും മഹാപുരോഹിതന്മാരുടെയും ആമേൻ പള്ളി പ്രമാണിമാരുടെയും കയ്യിൽ നിന്ന് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയവൻ. ഒരു വെളിച്ചത്തെ കണ്ടു. സാക്ഷാൽ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ കണ്ടപ്പോൾ മുതൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ഓരോന്നോരോന്നായി നഷ്ടപ്പെടുവാൻ തുടങ്ങി. താൻ ആശിച്ച് അവൻ തന്റെ പ്രമാദിത്യം ഉറപ്പിച്ചു കിട്ടേണ്ടുന്നത് ലഭിച്ച ഭാര്യ ആദ്യം തന്നെ വിട്ടുപോയി. എന്നാൽ പൗലോസ് പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ടാണെന്ന്. ഭാര്യ വിട്ടുപോയത് നന്മയ്ക്കായിട്ടാണെന്ന് പൗലോസിന് ചിന്തിക്കുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ, അതിനേക്കാൾ ഉത്തമനായ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ സകലത്തെയും ഹല്ലേലൂയ ആമേൻ തന്റെ കാൽ കീഴിലാക്കി ലോകത്തിന്റെ പാപത്തിന് വേണ്ടി തന്നെ താൻ ചുമന്നൊഴിച്ച ആ സ്വർഗത്തിന്റെ കുഞ്ഞാടിനെ ആമേൻ മുഖാമുഖമായി കണ്ടുമുട്ടുവാനിടയായപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ നഷ്ടങ്ങളും എനിക്ക് നന്മയ്ക്കായിട്ടാണെന്ന് ആമേൻ ഹല്ലേലൂയ നിർണയപ്രകാരം ഒരു വിളി എൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടം എനിക്ക് നന്മയ്ക്കായിട്ടാണെന്ന് ആമേൻ പൗലോസിന് ചിന്തിക്കുവാൻ കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം, അല്ലേ? നമുക്ക് സഹിക്കുവാൻ കഴിയത്തില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. പണത്തിന് പണം വേണം, ചിലവഴിക്കുവാൻ കാശ് വേണം. എന്നാൽ അതെല്ലാം നമ്മുടെ കയ്യിൽ നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ കുറയുമ്പോൾ നമ്മല്ലാതെ ഭാരപ്പെടും. വല്ലാത്ത പ്രയാസം നമ്മളെ വരിഞ്ഞു മുറുക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ മാനസിക നിലകളെ വരെ അത് മാറ്റിക്കളയുന്നു. എന്നാൽ ഇതിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ ഇരുന്നവൻ പറയുക, നിർണയപ്രകാരം ഒരു വിളിക്കപ്പെട്ടിട്ടാണ് നീ ഇതിന്റെ ഉള്ളിൽ വന്നെങ്കിൽ നിനക്ക് ആ നഷ്ടം നന്മയ്ക്കായിട്ടാണ്, ദൈവത്തിന്റെ നന്മയ്ക്കായിട്ടാണ് നിന്റെ ജീവിതത്തിൽ ആ നഷ്ടമുണ്ടായതെന്ന്. ആമീൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു കാര്യത്തെ നമ്മൾ സ്ഥാപിക്കുമ്പോൾ അത് അനുഭവിച്ച ഒരാളുടെ ജീവിതത്തിൽ കൂടി കടന്നുപോയിട്ട് ആളിന്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ആ വചനം പറഞ്ഞ് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നത്. ഏറ്റവും ഉന്നതങ്ങളിൽ നിന്നവൻ വിളിച്ചു പറയുക, നീ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ആളാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ നഷ്ടം നിനക്ക് നന്മയ്ക്കായിട്ടാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഈ വചനത്തിന്റെ ആഴങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരുടെയും ജീവിതത്തെ വിളിച്ചു പറഞ്ഞ് ജീവിതത്തിന്റെ മുൻപിൽ കൊണ്ടു നിർത്തിയിട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മോട് വിളിച്ചു പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഞാനും നിങ്ങളും ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വാക്കുകൊണ്ടല്ല നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അത് നന്മയ്ക്കായിട്ടാണെന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓരോരുത്തരുടെയും ഉള്ളത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ആമേൻ ഏതെല്ലാം നഷ്ടങ്ങളോ ഏതെല്ലാം പ്രയാസങ്ങളോ ഏതെല്ലാം ബുദ്ധിമുട്ടുകളോ ആമേൻ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഒരു നിർണയം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ് നാം ഇതിന്റെ ഉള്ളിൽ കടന്നു വന്നത്. അങ്ങനെ കടന്നു വന്നവരുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ നഷ്ടങ്ങളും നന്മയ്ക്കായിട്ടാണെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ആമേൻ. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ക്ലേശങ്ങൾ ഉണ്ടല്ലോ, നന്മയ്ക്കായിട്ടാ. ഇതിന്റെ അപ്പുറത്തേക്ക് ഹല്ലേലൂയ ഒരു സന്തോഷം, കർത്താവിന് മഹത്വം കൊടുക്കത്തക്ക നിലയിൽ ഒരു സന്തോഷം ദൈവം ആമേൻ നിങ്ങൾക്ക് തരുവാൻ പദ്ധതി. അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്ന പൗലോസ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. എന്താ നിർണയം? ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതിനാ നിർണയം എന്ന് പറയുന്നത്. ദൈവം മുന്നമേ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരുന്നത് കൊണ്ടാ ഞാനും നിങ്ങളുമൊക്കെ ഇതിന്റെ ഉള്ളിൽ അവനെ ആരാധിക്കുവാൻ കടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ ഇന്ന് പകൽക്കാലം ആ വചനത്തോട് ചേർത്ത് നിർത്തി പറയട്ടെ, ദൈവത്തിന്റെ നിർണയം അവൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിഞ്ഞെങ്കിൽ സകലതും നന്മയ്ക്കായി അവൻ ചെയ്യുമെന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു ഉറപ്പ് ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ഭരിക്കട്ടെ. ഹല്ലേലൂയ. ഇതിന്റെ ഉള്ളിൽ കടന്നു വന്നത് ചില ഹല്ലേലൂയ സഹിക്കുവാൻ കഴിയാത്ത പ്രയാസങ്ങളോടുകൂടിയാണോ? മുൻപോട്ട് എങ്ങനെ കടന്നു പോകണമെന്ന്
അറിയാതെ ഇതിന്റെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഒരു നന്മ, ഹല്ലേലൂയ, ഒരു കൂടി വ്യാപരിക്കുന്ന നന്മ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ ദൈവം വെച്ചിട്ടുണ്ട്. ആ നന്മയിലൂടെ നിങ്ങളെ കടത്തിവിടേണ്ടുന്നതിനാണ്. നിങ്ങൾ അനുഭവിക്കാത്ത ഒരു പ്രയാസത്തിലൂടെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഇപ്പോൾ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും ഒരുപോലെ ഏതെങ്കിലും ഭാരത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ മനസ്സ് കലങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, അവൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതി നിർണയപ്രകാരമുള്ള നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ്. അവൻ സഹിക്കുവാൻ കഴിയാത്ത, തീരുമാനമെടുക്കുവാൻ കഴിയാത്ത, ബുദ്ധിമുട്ടേറുന്ന ഈ പ്രതിസന്ധിയിലൂടെ ദൈവം നിങ്ങളെ കടത്തിക്കൊണ്ടു പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ തകർത്ത് കളയുവാൻ, ഹല്ലേലൂയ, ഇറങ്ങി തിരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയ ആമേൻ പൗലോസ്, ആമേൻ, ഹല്ലേലൂയ, അവനെ കുറിച്ച് ദൈവം മുന്നമേ ഒരു നിർണയം കണ്ടെത്തി വെച്ചിരുന്നു. എന്താണെന്നറിയാമോ? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വിശ്രമമില്ലാതെ ഓടി നടന്ന് ആമേൻ മരണത്തിന് തന്റെ കഴുത്ത് വെച്ചു കൊടുക്കുന്നത് വരെ, ആമേൻ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി അനേക കഷ്ടങ്ങൾ സഹിക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ പാത്രമാണെന്ന് മുന്നമേ പൗലോസിനെ കുറിച്ച് ഒരു നിർണയം ഉണ്ടായിരുന്നത് കൊണ്ട് പൗലോസിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഈ കഠിനമായ പ്രതിസന്ധികളിലൂടെ ഒക്കെ പൗലോസ് കടന്നു പോകേണ്ടി വന്നത്. സ്വർഗത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ മനുഷ്യനുള്ള കിരീടത്തിന്റെ, ഹല്ലേലൂയ, ആമേൻ, വലിപ്പം, അതിന്റെ അളവ്, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ ആഴം എത്ര വലിയതാണെന്ന് നമ്മുടെ മനോദൃഷ്ടികളിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയത്തില്ല. അത്രമേൽ, ഹല്ലേലൂയ, വലിയ കിരീടമാ ആമേൻ പൗലോസിന് ദൈവം വാഗ്ദാനം ചെയ്യുവാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം, പ്രിയമുള്ളവരെ, ആ പൗലോസ് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മോട് വിളിച്ചു പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കി തകർന്നു പോകരുത് കേട്ടോ. പ്രയാസങ്ങളെ നോക്കി പതറിപ്പോകരുത് കേട്ടോ. ആമേൻ, ആർക്കും നേരിടാത്ത പരീക്ഷയല്ല നമുക്ക് നേരിട്ടിരിക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ ആ ചരിത്രമൊക്കെ പഠിച്ച്, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ ഒരു നറേഷനൊക്കെ കേട്ടപ്പോൾ വല്ലാതെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, ഹൃദയം വല്ലാതെ തകരുവാനിടയായി തീർന്നു. സമ്പന്നതയുടെ കൊടുമുടിയിൽ വസിച്ചവൻ ഏതാണ്ട് 85 വയസ്സ് പ്രായമാകുമ്പോൾ, ആമേൻ, ദൈവസന്നിധിയിലേക്ക് തന്റെ കഴുത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഒരു വാക്ക്, ഒരു കത്തെഴുതുകയാണ്. എന്റെ മകനെ, ശീതകാലത്തിന് മുൻപേ നീ എന്നെ ഒന്ന് വന്ന് കാണുവാൻ ശ്രമിക്കുക. കാരണം കടലിൽ നിന്നടിക്കുന്ന ഈ തണുത്ത കാറ്റ് ഈ വയോധികനായ വൃദ്ധന് താങ്ങുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു കമ്പിളി പുതപ്പ് ഞാൻ അവിടെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. നീ അതൊന്ന് എടുത്തുകൊണ്ട് വരണം. വെറുതെ നിന്ന് പറയുകയല്ല. പൗലോസിനെ വെച്ചിരിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, തടവറയെ കുറിച്ച് പറയുന്നത്, കടലിൽ നിന്ന് വെള്ളം കയറ്റി വിട്ടിട്ട് കാൽപാദങ്ങൾ ആ ഉപ്പുവെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ, ആമേൻ, ചുറ്റുമൊന്ന് തിരിയുവാനോ ആമേൻ നിവർന്നു നിൽക്കുവാനോ കഴിയാത്ത വിധത്തിലുള്ള ചെറിയ ഗുഹകൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ഈ തടവുകാരെ ഇട്ടിരിക്കുന്നത്. 85 വയസ്സിലധികം പ്രായമുള്ള വൃദ്ധൻ നിവർന്നു നിൽക്കുവാൻ കഴിയുന്നില്ല. കടലിൽ നിന്നുള്ള ഈ തണുത്ത ഉപ്പുവെള്ളം, കടലിൽ നിന്നുള്ള കാറ്റ്, ഇതെല്ലാം ഏറ്റിട്ട് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ പറയുകയാ, ശീതകാലത്തിന് മുൻപേ നീ ഒന്ന് വരാൻ ശ്രമിക്കണം. ഈ ശീതകാലം വന്നാൽ, ആമേൻ, എനിക്ക് ഈ തണുപ്പ് ഈ സ്ഥൂലിച്ച ശരീരത്തിന് താങ്ങുവാൻ കഴിയത്തില്ല. ആമേൻ, അതുകൊണ്ട് എൻ്റെ ആ കമ്പിളി ഒന്ന് എനിക്ക് കൊണ്ടുതരണമേ എന്ന്. സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്നവൻ ഒരു കമ്പിളി പുതപ്പ് പോലും ഇല്ലാതെ, ആമേൻ, ഈ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി അവസാനിക്കുവാൻ പോകുമ്പോഴും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും, ഈ ഉപ്പുവെള്ളത്തിൽ കാലിറക്കി ഞാൻ നിൽക്കുന്നത്
കൂനിക്കൂടിയ ഈ ശരീരം അവൻ ഈ പാറമേൽ ചേർത്ത് നിർത്തി ആശ്വസിക്കുന്നത് എന്നെ അവന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് കൊണ്ട് ഇതും എനിക്ക് നന്മയാ. എന്റെ കിരീടത്തിലേക്ക് ഒരു ഹല്ലേലൂയ ആമേൻ മുത്തുകൂടി ചേർക്കുന്ന ഒരു നന്മയാണ് ഈ പാറയുടെ ആമേൻ ഇടിവിലേക്ക് ഞാൻ ചേർന്ന് നിൽക്കുന്നതെന്ന്. ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ, ചെറിയ പ്രയാസങ്ങൾ നമുക്ക് സഹിക്കുവാൻ കഴിയത്തില്ലല്ലേ? എന്നാൽ പൗലോസ് വിളിച്ചു പറയുന്നു, ഞാനും നിങ്ങളും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ ഏത് ഭാരമാകട്ടെ, ഏത് പ്രയാസമാകട്ടെ, ഏത് പ്രതികൂലമാകട്ടെ, അവന്റെ നന്മയ്ക്കായിട്ട് കിരീടത്തിലേക്ക് ഒരു വാടാത്ത പൂ കൂടി ചേർക്കുന്നതാ ആമേൻ അവന്റെ നാമത്തിന് വേണ്ടി സഹിക്കുന്ന ആമേൻ ഈ പങ്കപ്പാടുകൾ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ നേരിടുന്ന നഷ്ടങ്ങൾ, അവർ നേരിടുന്ന കഷ്ടങ്ങൾ, അവർ നേരിടുന്ന പ്രയാസങ്ങൾ വരുമ്പോൾ നന്മയ്ക്കായിട്ടാണോ തിന്മയ്ക്കായിട്ടായിരുന്നോ ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രാപിച്ചെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കൊരു വ്യക്തിയെ അറിയാം, അബ്രഹാം. അതിസമ്പന്നനായി ആമേൻ തന്റെ പിതാവിനോടുകൂടി തന്റെ സഹോദരന്റെ പുത്രനും തന്റെ കുടുംബവുമായി താൻ യാത്ര തിരിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ കുറെ അങ്ങോട്ട് ചെന്ന് അവന്റെ സമ്പത്ത് വർദ്ധിച്ചു, ആടുമാടുകൾ വർദ്ധിച്ചു. എന്നാൽ അവന്റെ ഇടയന്മാരും അവന്റെ സഹോദരന്റെ ഇടയന്മാരും തമ്മിൽ ആമേൻ ശണ്ടയുണ്ടായപ്പോൾ ഒരു വേർതിരിവ്. നമുക്ക് വേർപിരിയാം, നിനക്കിഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തു. ലോത്ത് നോക്കി നീരോട്ടമുള്ളത് തിരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ മുൻപിൽ ഞാൻ ഒരിക്കൽ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ശക്തമായി ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞതാ. ലോത്ത് തല ഉയർത്തി നോക്കി നീരോട്ടമുള്ളതെല്ലാം തിരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ കൂടെ അബ്രഹാമിന്റെ ആടുമാടുകളെല്ലാം ഉണ്ടായിട്ടും അബ്രഹാമിന് കിട്ടിയത് നീരോട്ടമില്ലാത്ത സ്ഥലമാണ്. അടുത്തത് അവിടെ വായിക്കുന്നു, അബ്രഹാം തല കുനിച്ച് ആമേൻ ഇരുന്നത് കണ്ടപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട്, അബ്രഹാമേ, നീ തല ഉയർത്തി നോക്കുക, നീ കാണുന്നതെല്ലാം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരുവാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നാം വായിച്ചു കേൾക്കപ്പെട്ട വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ ലോത്ത് നീരോട്ടമുള്ളത് തിരഞ്ഞെടുത്തു, അബ്രഹാമിന് വരണ്ടത് ലഭിച്ചു. എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ട അബ്രഹാം, ദൈവത്തെ സ്നേഹിച്ച അബ്രഹാമിന് ആ തിരഞ്ഞെടുപ്പ് ആമേൻ ഹല്ലേലൂയ തിന്മയ്ക്കായിട്ടായിരുന്നോ നന്മയ്ക്കായിട്ടായിരുന്നോ എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ. ഒരു നിമിഷത്തെ ചിന്തയിൽ തനിക്ക് ലഭിച്ച തിരഞ്ഞെടുപ്പ് തിന്മയായി തോന്നിയെങ്കിൽ നിർണയപ്രകാരം വിളിച്ചത് അബ്രഹാമിനെ ആയിരുന്നത് കൊണ്ട് പിന്നീടുള്ള ജീവിതത്തിൽ ആമേൻ അബ്രഹാമിന്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയില്ല. നന്മയ്ക്കായിട്ട് ആമേൻ തലയുയർത്തി നോക്കി ആമേൻ തലമുറയായി ആമേൻ ലഭിക്കുന്ന അവകാശമാക്കി അബ്രഹാമിനെ തീർത്തത് ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടും ദൈവം തെരഞ്ഞെടുത്ത ആ നിർണയത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഭാഗമായിരുന്നു അബ്രഹാം എന്നുള്ളതും കൊണ്ട് അബ്രഹാമിന്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ആമേൻ വ്യാപരിക്കുന്നു. ഒരുവൻ തെരഞ്ഞെടുത്തത് അവന്റെ ജീവിതത്തിലെ തിന്മയ്ക്ക് കാരണമായി തീർന്നു. ലോത്ത് തെരഞ്ഞെടുത്തത് തെറ്റായ വഴിയല്ലായിരുന്നു. നല്ല ഫലഭൂയിഷ്ടമായ നീരോട്ടമുള്ള അവൻ ഏറ്റവും അനുഗ്രഹമെന്ന് ലോകത്തിന് തോന്നുന്നത് അവൻ ലോത്ത് തെരഞ്ഞെടുത്തു. എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവന് വരൾച്ച പോലും നന്മയായി തീർന്നപ്പോൾ നിർണയമില്ലാതെ പോയവന്റെ അവൻ
തളർപ്പ്, ആമേൻ, കൊടിയ പാപത്തിലേക്കും ലോകം മുഴുവൻ ഉള്ളിടത്തോളം കാലം വിളിച്ചു പറയുന്ന അധമത്വത്തിലേക്കും ലോത്തിനെ നയിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ ഇപ്പോൾ അല്പം ഭാരമാണെങ്കിൽ, അല്പം വരൾച്ചയാണെങ്കിൽ, അല്പം പ്രതിസന്ധിയാണെങ്കിൽ തളർന്നു പോകരുത്, പതറിപ്പോകരുത്. ആമേൻ, ഹല്ലേലൂയ. നിർണയം നിന്റെ മേലുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ആരും കാണാത്തൊരു നന്മ ഒരുങ്ങി വരുന്നുണ്ട്. നിർണയം നിന്റെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആരും കാണാത്ത, ആർക്കും അപഹരിച്ചു കഴിയുവാൻ കഴിയാത്ത, ആർക്കും അടക്കി വെക്കുവാൻ കഴിയാത്ത, ആമേൻ, ഹല്ലേലൂയ, ഒരു നന്മ, ആമേൻ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരുങ്ങി വരുന്നുണ്ട്. കാലം പുറകോട്ട് പോയി നോക്കിയാൽ, ആമേൻ, ഒരു കാലത്ത് വരൾച്ചയുള്ള വരണ്ടുപോയ ഇടവ അബ്രഹാം തെരഞ്ഞെടുത്തത്. ആമേൻ. എന്നാൽ ഹല്ലേലൂയ, അബ്രഹാമിന്റെ സന്തതിയോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തത്തെ കവർച്ച ചെയ്യുവാൻ ഇന്നത്തെ ദിവസം വരെ ലോകത്തിന്റെ മുഴുശക്തികളും ഒരുമിച്ച് നിന്നിട്ടും അബ്രഹാമിന്റെ തലമുറയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ നന്മ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുവാൻ എല്ലാ ശക്തികളും ഒരുമിച്ച് നിന്നിട്ടും സാധ്യമായില്ലെന്നുള്ളത് ദൈവവചനത്തിന്റെ ആഴത്തെ വെളിപ്പെടുന്നതാ. ദൈവത്തെ സ്നേഹിക്കുന്നത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി, ആമേൻ, ഹല്ലേലൂയ, വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ, ആമേൻ, ചെറിയ പ്രയാസത്തെയും പ്രതിസന്ധിയെയും കണ്ട് പതറിപ്പോകണ്ട കേട്ടോ. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ആഴമായി ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും മറക്കാതിരിക്കുക. ആമേൻ. ദൈവത്തിലുള്ള ഭക്തിയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ, ആമേൻ, അവന് മഹത്വം കരയറ്റുക. നന്മ നിന്നെ വിട്ടുപിരിഞ്ഞു പോകത്തില്ല. നിനക്ക് സകലതും നന്മയ്ക്കായി, ആമേൻ, ഭവിക്കും. സകലതും നിനക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം, ആമേൻ, 50-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്. ആമേൻ. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടുന്നതിന് അതിനെ ഗുണമാക്കി തീർത്തു. പ്രിയമുള്ളവരെ, നാം വായിച്ച വാക്യം മറന്നു പോകരുത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ തന്നെ എന്ന് ആ വാക്യം എഴുതിയിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. യോസഫ് വിളിച്ചു പറയുന്നൊരു സാക്ഷ്യമാണ്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, എന്നാൽ ദൈവമോ സകല ജനത്തിനും ഗുണമായി തീരേണ്ടുന്നതിന്. അവന്റെ സ്വപ്നം നിമിത്തം, ദൈവം കൊടുത്ത വെളിപ്പാട് നിമിത്തം, ദൈവം യോസഫിന്റെ നാവിൽ കൊടുത്ത അരുളപ്പാട് നിമിത്തം അവന്റെ സഹോദരന്മാർ അവന് ദോഷമായിട്ടുള്ളത് നിരൂപിച്ചു. എന്നാൽ യോസഫ് പറയുന്നു, ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടുന്നതിന് ദൈവം അതിനെ ഗുണമാക്കി തീർത്തു. ഇന്ന് പകലിൽ ഞാൻ ഇതിവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ വല്ലാത്ത മാനസിക പ്രയാസങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിനു വേണ്ടി, ആമേൻ, ഈ ദൈവവചനം കരങ്ങളിലെടുത്ത്, ആമേൻ, ഹല്ലേലൂയ, ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ കേൾക്കുവാൻ പാടില്ലാത്തതും എന്നെക്കുറിച്ച്, ആമേൻ, ഹല്ലേലൂയ, വലിയ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യുമ്പോൾ, ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ തന്നെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
യോസഫിന്റെ ജീവിതം വിളിച്ചു പറയുന്ന ഒരു കാര്യം, നാവുകൊണ്ട് സഹോദരന്മാർ യോസഫിന് വിരോധമായി ഹല്ലേലൂയ പല കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. എന്നാൽ ദൈവത്തിന്റെ നിർണയമുള്ളവനാണ് യോസഫ് എന്ന് യോസഫ് സ്വയം തിരിച്ചറിഞ്ഞപ്പോൾ സഹോദരന്മാരോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, എന്നാൽ ബഹുജനത്തിന് ഗുണമായി തീരേണ്ടുന്നതിന് ദൈവം അതിനെ ഗുണമാക്കി തീർത്തു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഹല്ലേലൂയ നാവുകൊണ്ട് പറഞ്ഞുണ്ടാക്കുന്ന പദപ്രയോഗങ്ങളുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, അത് സകല ജനത്തിനും ഗുണമായി തീരേണ്ടുന്നതിന് നന്മയ്ക്കായി ഹല്ലേലൂയ അവനൊരു അടയാളമാക്കി മാറ്റിവെക്കുവാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം ഭാരപ്പെടേണ്ട കേട്ടോ, പ്രയാസപ്പെടേണ്ട കേട്ടോ. ജീവിതത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളും നന്മയുടെ അടയാളമാക്കി അവൻ തീർക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദാവീദ് പറഞ്ഞു, ഹല്ലേലൂയ, അവൻ എനിക്കിത് നന്മയ്ക്കായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇവന്റെ സഹോദരന്മാരെക്കാൾ ഹല്ലേലൂയ കഴിവുള്ളവനാണെന്ന് ദൈവവചനം ഒന്ന് പഠിച്ചാൽ മനസ്സിലാകും. ദാവീദിന്റെ സഹോദരന്മാർ നല്ല വലിപ്പമുള്ളവരും ശക്തിയുള്ളവരും വാൾ അരയ്ക്ക് കെട്ടിക്കൊണ്ട് നടക്കുന്ന യോദ്ധാക്കന്മാരുമായി. എന്നാൽ നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വാൾ ഇവരുടെ കയ്യിലുണ്ട്. ആര്? ദാവീദിന്റെ സഹോദരന്മാർ. അവർ ശൗലിന്റെ പട്ടാളത്തിലെ യുദ്ധവീരന്മാരാണ്, യുദ്ധാഭ്യാസം അറിയുന്നവരാണ്. വാള് കയ്യിലുണ്ട്. പക്ഷെ ശത്രു മുൻപിൽ വന്നപ്പോ വാൾ എവിടെയാ? കെട്ടിയിടത്ത് തന്നെ കിടപ്പുണ്ട്. ആ വാളയിലൊന്ന് സ്പർശിക്കുവാനോ അതൊന്ന് എടുത്ത് ശത്രുവിന്റെ നേരെ യുദ്ധം ചെയ്യുകയോ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിലുള്ള സഹോദരന്മാർ ഇരിക്കെ, ആയുധമില്ലാതെ ഇരിക്കെ എല്ലാവരും തള്ളിക്കളഞ്ഞ് ചവിട്ടിക്കളയുന്ന കല്ലിനെ ആയുധമാക്കി ശത്രുവിന്റെ നേരെ ചെല്ലുവാൻ ദാവീദിനെ പ്രാപ്തനാക്കിയത് എന്താണെന്നറിയാമോ? നിർണയപ്രകാരമുള്ള ഒരു വിളി, സഹോദരന്മാർക്കില്ലാത്ത ഒരു വിളി ദാവീദിന്റെ മുകളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വിളിയെ ദാവീദ് തിരിച്ചറിഞ്ഞപ്പോൾ അത് നന്മയ്ക്കായി വ്യാപരിക്കുന്ന ശക്തിയാണ് എന്റെ മേലുള്ള ആ വിളി. അതെന്റെ സഹോദരന്മാർക്കില്ലാത്ത ഒരു അത്യന്ത ശക്തിയുടെ വിളിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രാണനെ പോലും മറന്നുകൊണ്ട് എതിരിട്ട് നിൽക്കുന്ന ശത്രുവിന്റെ നേരെ കയ്യിലിരിക്കുന്ന കല്ലുമായി പാഞ്ഞെടുത്തപ്പോൾ അവൻ അവിടെ ലജ്ജിതനായി പോകുകയല്ല. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവന് ആ ഓട്ടം ഒരു നന്മയ്ക്ക് കാരണമാക്കി തീർത്തെന്ന് വചനം വിളിച്ചു പറയുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിന്നിച്ചെന്ന് കരുതി തകർന്നു പോകണ്ട, തള്ളിക്കളഞ്ഞെന്ന് കരുതി ഭാരപ്പെട്ടു പോകണ്ട, ഒറ്റപ്പെടുത്തിയെന്ന് കരുതി വിലപിക്കണ്ട. അവർക്കാർക്കുമില്ലാത്ത ഒരായുധം, പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി, പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ നിന്റെ മേൽ അവൻ പകർന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അവന്റെ നിർണയം നിന്റെ മേൽ ഉള്ളത് കൊണ്ട്, അവന്റെ അത്യന്ത ശക്തി നിന്റെ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് അവൻ ശത്രുവിന്റെ നേരെ ഇറങ്ങി പുറപ്പെടുവാൻ വല്ലഭത്വമുള്ള ആയുധമാക്കി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റുവാൻ പോകുക. നിർണയപ്രകാരം നിന്റെ മേൽ അവന്റെ വിളിയുള്ളത് കൊണ്ട് നീ പതറിപ്പോകണ്ട, തളർന്നു പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട. സഹോദരന്മാർ നിന്നെ അർഹിക്കുന്ന അർഹതയിൽ മാനിച്ചില്ലെന്ന് കരുതി നീ പതറിപ്പോകണ്ട, തളർന്നു പോകണ്ട, വിഷാദിച്ചു പോകണ്ട. ചിലർ തള്ളിക്കളഞ്ഞതിനെ നിന്റെ കരത്തിലെ ആയുധമാക്കി ശത്രുവിന്റെ നേരെ പുറപ്പെടുവാൻ അവൻ നിന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ പോകുക. എന്തുകൊണ്ട്? അവന്റെ മുൻ നിർണയം നിന്റെ മേലുണ്ട് എന്ന് നീ തിരിച്ചറിയേണ്ടുന്നത് നിന്നെ ശക്തമേറിയ ആയുധമാക്കി അവൻ മാറ്റുവാൻ പോകുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. നിരാശകൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. എന്നെ ആരും അർഹിക്കുന്ന അളവിൽ ആമേൻ മാനിക്കുന്നില്ല എന്ന് ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുക, നീ ആ പൗലോസിനെ ഒന്ന് നോക്ക്. ആമേൻ ഹല്ലേലൂയ. ആരുടെയും ആദരവ് പിടിച്ചു പറ്റുവാനല്ല പൗലോസ് ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ആമേൻ നോട്ടം പൗലോസിൻ്റെത്. ആമേൻ ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ആമേൻ അറിഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദമസ്കോസിന്റെ പടിവാതുക്കൽ വെച്ച് ആമേൻ മറ്റൊരാളുടെ മുകളിലല്ല ആ വെളിച്ചം അടിച്ചത്, എൻ്റെ മുകളിൽ അടിച്ചിട്ട് എൻ്റെ കണ്ണിന്റെ പുറമേയുള്ള കാഴ്ചകളെ മങ്ങിപ്പിച്ചിട്ട് എൻ്റെ അകത്തെ കാഴ്ചയെ ആമേൻ തെളിയിച്ചിട്ട് എൻ്റെ ഹൃദയദൃഷ്ടിയിൽ പ്രകാശിച്ചവൻ ആമേൻ ഹല്ലേലൂയ അവനെ പ്രസാദിപ്പിക്കണമെന്നല്ലാതെ മറ്റാരെയും പ്രസാദിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓട്ടമോടിയ ആമേൻ പൗലോസ് എന്ന് പകൽക്കാലം എന്നോടും നിങ്ങളോടും ആമേൻ വചനത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ശക്തമായി വെളിപ്പെടുത്തിയ ഒരു ദൈവിക ആലോചനയുണ്ട്. ഞാനും നിങ്ങളും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാ. ആമേൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്നു ഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളാ. ആമേൻ ഹല്ലേലൂയ. മനുഷ്യൻ നമ്മോട് നന്മ കാണിച്ചില്ലെങ്കിൽ ആമേൻ പ്രയാസപ്പെടേണ്ട. മനുഷ്യൻ നമ്മോട് നന്മ കാണിച്ചില്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വിഷമിക്കണ്ട. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ആമേൻ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കടഭാരം ആമേൻ അത് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അടുത്ത നന്മയുടെ ആമേൻ ഒരു വാതിലാണ് അതെന്ന് ആമേൻ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ആരോഗ്യം വല്ലാതെ പ്രതികൂലമാകുന്നുണ്ടെങ്കിൽ ശക്തമായി ദൈവത്തിന് വേണ്ടി ഓടുവാൻ തക്കവണ്ണം എനിക്കത് ഇപ്പോഴത്തെ ആമേൻ ഹല്ലേലൂയ ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലെ മുൻപോട്ടുള്ള കുതിപ്പിന് നന്മയ്ക്ക് കാരണമായി ദൈവം വ്യാപരിപ്പിക്കുവാൻ പോകുന്നുവല്ലോ എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.